വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് അഗൈൻ ഒരു വീക്കെൻഡാണ്. ഞാൻ എന്താ പറയുക ചോദിച്ചത്, ഞാൻ ഈ വീക്കെൻഡാണ് വ്ളോഗ് എടുക്കാറ്. ഒരു വീക്കെൻഡ് ഞാൻ വീഡിയോ എടുക്കും, ആ വീക്ക് ഞാൻ മുങ്ങും, പിന്നെ അടുത്ത വീക്കെൻഡ് പിന്നെ ഈ ക്യാമറയും പോയിക്കൊണ്ട് വരും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് വീക്കെൻഡാണ്, ഇന്നൊരു സൺഡേ ആണ്. സാറ്റർഡേ ഇന്നലെ ഇത്തിരി പുറത്ത് പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ഇച്ചിരി ഒരു തിരക്കായിപ്പോയി. നമുക്ക് വൈഷ്ണുവിൻ്റെ ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. സോ അതൊക്കെ കണ്ട് പുള്ളിനെ കണ്ട് നമ്മൾ ആകെ ഒരു ബിസി ഡേ ആയിരുന്നു ഇന്നലെ. ഇന്നും ദേ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്നും കുറച്ച് പരിപാടികളുണ്ട്. എനിക്ക് തോന്നുന്നതാണ് നമ്മളുടെ സോഫ, ഈ ഒരു സോഫ അല്ലേ പറയൽ കാണുന്നത്, ഈ സോഫ ഒരു 5 കൊല്ലമായി ഇപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും റിക്ലൈനറിൽ ഇങ്ങനെ കിടന്ന സിനിമ കാണണം എന്നൊരാഗ്രഹം കുറച്ച് നാളായി ഞാൻ തോന്നിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഓർത്തു പുതിയ സോഫയല്ലേ ഇപ്പോഴേ കൊടുക്കണമെന്നൊക്കെ ഓർത്തു. പക്ഷേ അങ്ങനെ വിചാരിച്ച് 5 കൊല്ലമായി. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഒന്ന് സോഫ മാറ്റാം. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോകണം, ഒരു കടയിൽ പോകണം. എവിടെയോ കണ്ടു വെച്ചിട്ടുണ്ട്, അപ്പോൾ അവിടെ പോകണം. പിന്നെ ഞങ്ങളുടെ പ്ലാന്റ് കുഞ്ഞുങ്ങളൊക്കെ ചത്ത് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അവരെ ഒന്ന് റീപ്പോർട്ട് ചെയ്ത് സെറ്റാക്കാനുള്ള ഗാർഡനിങ് പരിപാടികൾ നോക്കാൻ ഒരു അടുത്ത് തന്നെ ഒരു നഴ്സറി ഉണ്ട്, അപ്പോൾ അവിടെ പോകണം. അപ്പോൾ ഇതേ വരുന്നു, ഹായ്. അപ്പോൾ ആ നഴ്സറി പോകണം. എന്നിട്ട് പുള്ളിയുടെ അടുത്ത് നിന്ന് കുറച്ച് പ്ലാന്റ്സ് മേടിക്കാനുണ്ട്. ഈ അധികം മെയിൻ്റനൻസ് ഇല്ലാണ്ട് പെട്ടെന്ന് ചത്തുപോകാത്ത, പെട്ടെന്ന് എന്താണ് അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത, മെയിൻ്റനൻസ് ബുദ്ധിമുട്ടുകളില്ലാത്ത പ്ലാന്റ്സ് എടുക്കാൻ ആലോചിക്കണോ. ബിക്കോസ് അതാണല്ലോ ഇച്ചിരി നമുക്ക് എളുപ്പമാവുക. എൻ്റെ ഇവിടെ വരുന്ന ചേച്ചിക്കാണെങ്കിൽ പ്ലാന്റ്സിനോട് ഭയങ്കര സ്നേഹമായിട്ട് പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് അവസാനം അതൊക്കെ എത്തി ചത്തുപോയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരടുത്ത് പറയണം വെള്ളം ഒഴിക്കരുത്, അധികം സ്നേഹിക്കരുതെന്ന് പറയണം. അപ്പം അങ്ങനെ മെയിൻ്റനൻസും അധികം വെള്ളവും സൺലൈറ്റും ഒന്നും ഒരു ഡിമാൻഡ്സും ഇല്ലാത്ത പ്ലാന്റ്സിനെയൊക്കെ മേടിച്ച് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും വീട്ടിനുള്ളിൽ. അറ്റ് ദ സെയിം ടൈം നമുക്ക് വല്ല മെനക്കെടുമില്ല. അപ്പം അങ്ങനെ കുറേ ചട്ടികൾ മാത്രമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ചട്ടികളെയൊക്കെ ഒന്ന് മണ്ണൊക്കെ മാറ്റിയിട്ട് ഒന്ന് പുതിയ പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റാക്കണം. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിൻ. പിന്നെ കട്ടിലൊരെണ്ണം മാറ്റാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫേർണിഷിങ്സ് ഒന്ന് ഇത്തിരി പുതുതാക്കി കഴിഞ്ഞാൽ വീടിനൊരു പുതുമ പോലെ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമുക്ക് ഓരോന്നിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് പോയി ലഞ്ച് കഴിക്കാം. ബിക്കോസ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇത്ര നേരം കുറച്ച് ഗ്രീൻ ഗ്രേപ്സ് പെറുക്കി തിന്നുകൊണ്ട് നടക്കുകയായിരുന്നു. വൈഷു ഇപ്പം ബാഡ്മിൻ്റൺ കളിച്ചിട്ട് വന്നേ ഉള്ളൂ. അപ്പം നമുക്ക് അധികം ലേറ്റ് ആക്കാണ്ട് നമുക്ക് വേഗം ഇറങ്ങാം. ആശാൻ പോയി തോന്നുന്ന കൂട്ടാണ്ട്. അപ്പം നമുക്ക് വേഗം ഇറങ്ങാം. താങ്ക് യു. പോണയ്ക്ക് മുന്നേ നമുക്കൊരു ഔട്ട്ഫിറ്റ് ചെക്ക് ആവാം. എനിക്ക് തോന്നുകയാണ് ഞാനിപ്പോൾ ഒരു ലൂസ് ഓവർ സൈസ് ടീഷർട്ട്, ടോൺ ജീൻസ് ഗേൾ എറയിലാണെന്ന്. അതാണ് ഇങ്ങനെ ഒരു കോലം. ഐഷ് താരാണ്. അയ്യോ, ഞാൻ എൻ്റെ കുപ്പി എടുക്കാൻ മറന്നു. അത് ഓടിപ്പോയി എടുത്തിട്ട് വരട്ടെ. ഞാൻ എൻ്റെ ഈ ബോട്ടിൽ എടുക്കാൻ ഞാൻ എവിടെയും പോകാറില്ല കേട്ടോ. അതെൻ്റെ സഹചാരിയാണ്, അതിനെടുക്കാൻ ഓടിയതാണ്. അപ്പോൾ നമ്മളിത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ ചൂട്, ഭയങ്കര വെയിലുണ്ട്, നല്ല ചൂടുമാണ് പുറത്ത്. പിന്നെ കാറിൽ പോകുന്നതുകൊണ്ട് ഒരു ആശ്വാസം. കുഞ്ഞു, അപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പ് എവിടെയാണ്? ഓക്കെ, ഫസ്റ്റ് സ്റ്റോപ്പ് പെട്രോൾ അടിക്കാം. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണ്ടേ. ഏതൊരു പുതിയ സ്ഥലം തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ, വെജ്. എനിക്കാണെങ്കിൽ ഇന്ന് നല്ല ചോലെ ഭട്ടൂരെ കഴിക്കണമെന്നൊരു തോന്നല്. അപ്പോൾ അത് കഴിക്കാനാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സോഫ സ്ഥലത്തേക്കല്ലേ പോണേ? അത് കഴിഞ്ഞിട്ട് സോഫ സ്ഥലത്തേക്കല്ലേ പോണേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് സോഫ സ്ഥലത്തേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടി. ഇവരുടെ ഒരു ബോയ്സ് ട്രിപ്പിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ചേട്ടന്മാരും ഒക്കെ ആയിട്ട്. എന്താവോ എന്തോ. ഇവിടെ പാർക്ക് പണുങ്കോ എന്താ ഇതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണെന്നാണ്. നീ എങ്ങനെ കണ്ടുപിടിച്ചോളെ? ഞാൻ കണ്ടില്ലല്ലോ. അപ്പോൾ അവിടേക്ക് പോയി കഴിക്കാം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ആ സ്ഥലം എന്ന്. ഞാനും വൈഷുവും യൂഷ്വലി വീക്കെൻഡ്സ് ഇങ്ങനെ പുറത്തു പോകാൻ നോക്കാറുണ്ട് കേട്ടോ. കാരണം വീക്ക് ഡേയ്സ് എല്ലാ ദിവസവും വൈഷുവിന് ഓഫീസിൽ പോകണം, പിന്നെ ഞാൻ 3 ദിവസം പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് പ്രോപ്പർലി വീക്കെൻഡ് ആണെന്ന് പറയാം. അപ്പം ഞങ്ങളിങ്ങനെ ചുമ്മാ ഒന്ന് കറങ്ങാനൊക്കെ പോകാറുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടാവില്ലേ, അതൊക്കെ ചെയ്യും.
എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സ്വഭാവമുണ്ട്. എന്നോട് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ട, എനിക്കത് കഴിക്കാൻ വേണ്ടാന്നേ പറയുള്ളൂ. എന്നിട്ട് വൈഷ്ണവിന്റെ ഫുഡ് വരുമ്പോഴത്തേക്ക് അതിൽ കൈയിട്ട് വരുകയും ചെയ്യും. ഉണ്ടാക്കി വെച്ചാൽ നല്ല ചൂടുണ്ടല്ലോ. ഇതാ മൈസൂർ മസാല ദോശ, ഗീ മസാല ദോശയോ ആൻഡ് മാംഗ്ലൂർ ബൺസ്. ഇതാണ് ഞങ്ങളുടെ സ്ഥിരം സാധനം. ഞാൻ എൻ്റെ ചോല ഭട്ടൂര തരൂല. ഇതൊക്കെ തന്നോ ഞാൻ തിന്നാം, പക്ഷെ ചോല ഭട്ടൂര തരൂല. ഓക്കെ, ഞാൻ കൊതിച്ച് വന്നതാണ്. ഇങ്ങനത്തെ വെജ് റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ ഞാൻ യൂഷ്വലി ഓർഡർ ചെയ്യാറ് മൈസൂർ മസാല ദോശ അല്ലെങ്കിൽ ചോലെ ഭട്ടൂര അങ്ങനെയൊക്കെയാണ് കേട്ടോ. കാരണം ഇവിടെയൊക്കെ ഉണ്ടല്ലോ അത് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. വേണ്ടേ സാമ്പാറില്ല, നൈസ് ചട്നി. ഈ ചോലെ ഭട്ടൂര എങ്ങനെ ഞാൻ റീഡിസ്കവർ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്ഥിരം പോകുന്നൊരു സലൂണിന് കിട്ടോ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് വിശക്കും. അപ്പം നമ്മൾ യൂഷ്വലി അതിനടുത്തുള്ള ഒരു വെജ് റെസ്റ്റോറൻറ്റിലാണ് പോവാറ് ചായ കുടിക്കാൻ. ഒരു പ്രാവശ്യം പോയപ്പോഴത്തേക്കും ഒരു ടേബിളിലേക്ക് ഈ ഒരു സംഭവം പോകുന്ന കണ്ടു. അപ്പം ഞാനും പറഞ്ഞു വൈഷ്ണവിനോട് എനിക്കും വേണം ഒരു ചോലെ ഭട്ടൂരയെന്ന്. പണ്ട് അമ്മ എനിക്ക് ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. ഒരു ലൈറ്റ് മധുരമൊക്കെ ആയിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അമ്മ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയ വെച്ചിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. അവിടെ നിന്ന് കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുമ്പോൾ ഞാൻ ചോലെ ഭട്ടൂരയാണ് ഓർഡർ ചെയ്യാറ്. അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളുടെ സോഫ നോക്കാൻ പോവാം. വൈശുദേ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. എടുത്തിട്ട് വരട്ടെ, വണ്ടി എടുത്തിട്ട് വരട്ടെ. ഓൾഡ് മാൻ വൈശുദേ മാപ്പ് നോക്കി ഫിഗർ ഔട്ട് ചെയ്യാണ്. നമുക്ക് 2 സ്ഥലത്ത് പോകാനുണ്ട്. നമുക്ക് സോഫ നോക്കാനും പോണം, പ്ലസ് നമ്മളുടെ വേറൊരു പരിപാടിക്കും പോകാനുണ്ട്. സോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ മുന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മഹീന്ദ്ര XEV 9e ഇലക്ട്രിക് വെഹിക്കിൾ ഇല്ലേ അത് നോക്കുന്നുണ്ടെന്ന്. കുറച്ച് ഡിലേ വന്നു, കാരണം ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ഒന്നും എടുക്കാൻ പോയില്ല. പിന്നെ അപ്പോൾ ഇന്ന് രാവിലെ അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് എടുത്തിരുന്നു കേട്ടോ. വണ്ടി അവർ വീട്ടിലേക്ക് വിടാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ ടെസ്റ്റ് ഡ്രൈവ് ഞങ്ങൾ എടുത്തു. അതിൻ്റെ വിഷ്വൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോഴത്തേക്കും നമുക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു വണ്ടി. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. ഏത് വേർഷൻ എടുക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ. അഡ്ജസ്റ്റ്മെന്റ് ഓട്ടോമാറ്റിക്കാ? ശരി. അങ്ങനെ ഇവിടുത്തെ സ്റ്റാഫ് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഫംഗ്ഷനാലിറ്റീസും ഒക്കെ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പോൾ വൈഷ്ണവിനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഏത് വേരിയൻറ്റ് എടുക്കണമെന്ന്. ടോപ്പ് വേരിയൻറ്റ് എടുക്കണോ അല്ലെങ്കിൽ സെക്കൻഡ് ടോപ്പ് വേരിയൻറ്റ് മതിയാവുമോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങൾ രാവിലെ ഒരു ടെസ്റ്റ് ഡ്രൈവിന് പോയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അരുൺചേട്ടനും ഉണ്ടായിട്ടോ ഞങ്ങളുടെ കൂടെ. കാരണം കാറിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ പറയാം. എനിക്ക് എന്തായാലും മൊത്തത്തിൽ കാർ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വലിയ സ്ക്രീനും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ട ഓട്ടോ പാർക്കിംഗ് ഫീച്ചറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഡബിൾ ഓക്കെ പറഞ്ഞു, പക്ഷെ വൈഷു ഇപ്പോഴും ഒത്തിരി കൺഫ്യൂസ്ഡ് ആണ്. അങ്ങനെ മഹീന്ദ്രയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് സോഫ നോക്കാനാണ്. ഈ ഒരു സോഫ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ ഇരിക്കാൻ. അത് എനിക്ക് അത്ര ഞങ്ങൾ പിടിച്ചിട്ടില്ല. ഇത് ഡിഫറെൻറ്റ് ഫാബ്രിക്സിലാണ് അവർ ചെയ്തു തരും. ഫാബ്രിക് അല്ല, ഡിഫറെൻറ്റ് കളേഴ്സിലാണ് അവർ ചെയ്തു തരും. വൈഷു അവിടെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഉറങ്ങുമോ? ആടി എനിക്ക് തോന്നി ആശാൻ അവിടെ കിടന്ന് ഉറങ്ങുമെന്ന് കേട്ടോ. ഭയങ്കര സുഖിച്ചങ്ങോട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് എന്നോടൊരു ചോദ്യവും, നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ ഇത് പറഞ്ഞാൽ വാങ്ങിച്ചിട്ടാലോ എന്ന്. പക്ഷെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോഫ ഇത്തിരി ബൾക്കി ആയതുകൊണ്ട് അത് ഫിറ്റ് ചെയ്യാനുള്ള സ്ഥലമില്ല. അപ്പം ഞാൻ പറഞ്ഞു അവിടെ സ്ഥലമില്ല, അതുകൊണ്ട് ഇതല്ല നമുക്കിപ്പോൾ തൽക്കാലം വന്ന കാര്യം, അതായത് സോഫ നോക്കാമെന്ന്. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ച സോഫ. ഇതാണ് ഭയങ്കര ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്പേസിന് യോജിക്കുന്ന എനിക്ക് തോന്നിയത്. വൈഷ്ണവനും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഓപ്ഷൻ. പക്ഷെ നമ്മളുടെ ഇപ്പോൾ ഉള്ള L ഷേപ്പ് സോഫയാണ്. അപ്പം നമുക്ക് L ഷേപ്ഡ് വിത്ത് റിക്ലൈനർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സീറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ റിക്ലൈനിങ്. നമുക്കാണെങ്കിൽ ഏകദേശം എല്ലാ സീറ്റ്സും റിക്ലൈൻ ചെയ്യുകയാണെങ്കിലും നല്ലത്. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഫിഗർ ഔട്ട് ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് വേറെയും കുറച്ച് കടയിലൊക്കെ നോക്കിയിട്ട് കുറച്ചുകൂടി ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് വേണ്ടതെന്നുള്ളത്. നല്ല കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ പക്ഷെ അതിലിരിക്കാൻ. അപ്പോഴാണ് ഈ ഒരു ബെഡ് എൻ്റെ കണ്ണിൽ പെട്ടത്. ഇതൊരു റിക്ലൈനിങ് ബെഡാണ്. ഇത് വൈബ്രേറ്റും ചെയ്യും, അപ്പം നല്ലൊരു മസാജും തരും. എന്തൊക്കെ ടെക്നോളജി അല്ലേ ആൾക്കാരെ മടിയന്മാരാക്കാൻ. ഇങ്ങനെ ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പാണ് ബെഡിൽ നിന്ന് എണീക്കലുണ്ടാവില്ല. കാരണം ഭയങ്കര സുഖമായിരുന്നു. അവിടുത്തെ ആ ഒരു സ്റ്റോർ മാനേജർ എനിക്ക് ആ ഫുൾ അതിൻ്റെ ഫീച്ചേഴ്സ് കാണിച്ചു തരുമായിരുന്നു. അത് റിക്ലൈൻ ചെയ്യും, നമുക്ക് TV കാണാൻ അനുസരിച്ച്. അത് കഴിഞ്ഞിട്ട് അത് ഫുള്ളി വൈബ്രേറ്റ് ചെയ്യും. അപ്പം നമുക്ക് ഇങ്ങനെ കിടന്നുറങ്ങുമ്പോഴേ അല്ലെങ്കിൽ കിടക്കാൻ നേരത്ത് ഫുള്ളി ഇങ്ങനെ ഒരു ബോഡി മസാജ് തരണ പോലെ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഈ ഒരു ഫുൾ സെറ്റിന്, അതായത് ഈ ബെഡിനല്ല 8 ഇഞ്ച് ബെഡിനും
കോട്ടനും കൂടി എനിക്ക് തോന്നുന്നു 1 lakh ആയിരുന്നു പ്രൈസ് കോട്ട് ചെയ്തത്. എന്തായാലും നമ്മൾ വന്ന കാര്യം നടന്നുല്ലോ. ഇനി നമുക്ക് മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങാം. ബെഡ് അടിപൊളി, നല്ല, അത് കിടക്കുമ്പോ തന്നെ റിക്ലൈൻ ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള സെറ്റിംഗ് വെക്കാം. TV മോഡ് ഉണ്ട്, വൈബ്രേറ്റിംഗ് മോഡ് ഉണ്ട്, മസാജിങ് മോഡൊക്കെ. എത്രയാണ്? കോട്ടും ബെഡും കൂടി 1 lakh. അതാണ് പ്രൈസിങ്. പക്ഷെ ഭയങ്കര കിടലുണ്ടോ ബെഡ്? ഓ 8 inch ആണെങ്കിൽ കുറയും അല്ലേ? അപ്പൊ ഫേർണിച്ചർ നമ്മൾ വരുന്ന വഴിക്ക് ഡിസൈഡ് ചെയ്തു 1-2 കടയിലും കൂടി നോക്കിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാന്നുള്ളത്. നമ്മളിപ്പോ നമ്മളുടെ വീട്ടിനടുത്തുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അടുത്ത ആഴ്ചത്തേക്കുള്ള ഗ്രോസറി ഷോപ്പിംഗ്, കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മേടിക്കാനുണ്ട്, പിന്നെ മസാലാസും ചിക്കനും അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. Come on boy, let's shop. ഞാൻ യൂഷ്വലി ഗ്രോസറീസും ഓൺലൈൻ തന്നെയാണ് കേട്ടോ മേടിക്കാറ്. നമ്മുടെ ഈ ബിഗ് ബാസ്ക്കറ്റും സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ടൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഞാനിങ്ങനെ സ്റ്റോറിൽ വന്ന് മെനക്കെടാറില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് ഞാനും വൈഷോ ഉള്ളത് കാരണം ഞങ്ങൾ ഇത് കൂടെ പാസ് ചെയ്യുന്നത് കാരണം ഞാൻ ഓർത്തു എന്തായാലും ഇവിടം വരെ പോകുന്നതല്ലേ, അപ്പോൾ മേടിച്ചിട്ട് പോവാന്ന്. പിന്നെ പപ്പ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മേടിക്കുമ്പോഴത്തേക്കും നോക്കി മേടിക്കണം എന്നുള്ളത്. ദേ ഇങ്ങോട്ട് നോക്കിയാൽ എന്തോരം മാങ്ങയാണെന്നറിയോ, അതും പല വെറൈറ്റീസിലുള്ളത്. സമ്മർ ആയില്ലേ, അപ്പോൾ മാംഗോ സീസൺ തുടങ്ങിയല്ലോ, അതുകൊണ്ട് ഇവിടെ നിറയെ മാംഗോസ് ആണ്. അങ്ങനെ ഞങ്ങൾ നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും മേടിച്ചിട്ട് ബില്ല് ചെയ്യാണ്. ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വൈകിട്ട് ഒരു 5 മണി ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പൊ നമ്മൾ ഓർത്തു വന്നാൽ പിന്നെ ഒരു ചായ ആവാം. ഞങ്ങളുടെ ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞു. അടുത്ത ആഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ സെറ്റായി. പാലും പഴവും അതൊക്കെ സെറ്റായി. ഇനി നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. അതിനു മുന്നേ നമ്മൾക്ക് നമ്മുടെ പ്ലാന്റ് ചേട്ടനെ കണ്ടിട്ട് ഇന്ന് പറ്റുമോ, ഇന്ന് ഓൾറെഡി 5 മണിയായി സമയം, ഇന്ന് പറ്റുമോ അല്ലെങ്കിൽ നാളത്തേക്ക് ആക്കണോ, പുള്ളിക്ക് വരാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കണം. അപ്പോൾ അടുത്തത് പ്ലാന്റ് ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് പോവാല്ലേ. അങ്ങനെ പറഞ്ഞതുപോലെ നമ്മൾ പ്ലാന്റ് ചേട്ടൻ്റെ അടുത്തേക്കല്ല പോയത്, നേരെ ചായ കുടിക്കാനാണ്. അതിനിടയ്ക്ക് ഞാനും വൈഷും തമ്മിൽ ചെറിയ അടിയായിട്ടോ. ഞാൻ ആ നഴ്സറിയിൽ എന്നെ ഒന്നുകൂടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ പോയി നോക്കിയതാണ് പ്ലാന്റ്സിനെയൊക്കെ, എന്നാലും എനിക്ക് ഒന്നുകൂടി പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ വൈഷു ചോദിക്കണം, നിനക്ക് എന്തിനാണ് ഇന്നലെ പോയി കണ്ടതല്ലേ പ്ലാന്റ്സിനെയൊക്കെ, പിന്നെ എന്താണ് ഇന്നും പോയി കാണേണ്ട ആവശ്യം എന്ന്. എൻ്റെ വാദം എനിക്ക് എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിലോ എന്ന്. അങ്ങനെ ചെറിയ വർത്താനായിട്ട് ഇത് ഇപ്പോൾ വരുന്നുണ്ട് ആശാൻ സോൾവ് ചെയ്യാൻ. എന്താ പറയണേ നോക്കട്ടെ. ഐ വിൽ നോട്ട് ലെറ്റ് യു ഹാവ് മൈ ബദാം മിൽക്ക് ഓൾസോ. രസമുള്ള സെറ്റപ്പ് അല്ലേ? വലിയ കാര്യത്തില് ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഓർഡർ ചെയ്ത് വന്നതാണ്. വന്നപ്പോഴത്തേക്കും നോക്കട്ടെ എന്റെ സൈസ്. അച്ചോടാ, ഇത് റീമേക്ക് എഗ്സ് ഭയങ്കര ഇല്ല. ഓ ഞാൻ ഒരു ബദാം മിൽക്ക് പറഞ്ഞു, കുട്ടി ബദാം മിൽക്ക്. നൈസാ. റീമ പറഞ്ഞിരുന്നു നല്ല അടിപൊളി ഹോട്ട് ചോക്ലേറ്റ് ആണ് പറഞ്ഞത്. ചോക്ലേറ്റ് ഉരുക്കിയ പോലെ ഉണ്ട്. ചോക്ലേറ്റ് ഉരുക്കിയതാണ്. ഇത് ഒരെണ്ണം കഴിച്ചാൽ മത്താവും. ഇത് ചോക്ലേറ്റ് ഉരുക്കിയതാണ്. ഇത് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആവും. വിഷന്നുകൊണ്ട് ഒരു സ്നാക്സ് ആവാന്ന് വിചാരിച്ചു. സ്നാക്സ് ഞാൻ വെജ് മാഗി ആണ് കേട്ടോ പറഞ്ഞത്. വൈഷു ബൺ എഗ് ബുർജി, പിന്നെ നമ്മളുടെ ബദാം മിൽക്കും. ചിയേഴ്സ്. ഇതൊന്നും ആദ്യമായിട്ടാ പറഞ്ഞേ, ഇവിടെ ആദ്യമായിട്ടാ പറഞ്ഞേ അല്ലേ? എനിക്ക് ഈ പുറത്തുനിന്ന് മാഗി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി വെജ് മാഗി ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റ് പോലെ തോന്നും ഞാൻ ഉണ്ടാക്കുന്നതിനെക്കാളും. അങ്ങനെയല്ല, എനിക്ക് മാഗിനോട് പ്രത്യേക ഇഷ്ടമുണ്ട്. അങ്ങനെ അത് പോവാം. ലെറ്റ്സ് ഗോ. ബാ ലെറ്റ്സ് ഗോ. വരൂ. അവസാനം വർത്താനങ്ങൾക്കൊടുവിൽ ഞാൻ തന്നെ ജയിച്ചു. എന്നെ ആശ നഴ്സറിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നോക്കിയേ, നല്ലൊരു CC പ്ലാന്റ് പടർന്ന് പന്തലിച്ചിരിക്കണേ. ഇങ്ങനത്തെ പ്ലാന്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സൺലൈറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് അങ്ങോട്ട് വളർന്നോളും. അപ്പോൾ അങ്ങനത്തെ ഒരു ഉപദ്രവവും ഇല്ലാത്ത, ഒരു ഡിമാൻഡ്സും ഇല്ലാത്ത കുറച്ച് പ്ലാന്റ്സിനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചു കേട്ടോ. സ്നേക്ക് പ്ലാന്റും അതൊക്കെ ഇത് അവർ കൊണ്ടുവന്ന് നട്ട് തരും. അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
അങ്ങനെ പ്ലാൻ ഷോപ്പിംഗ് ആയി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വരുമ്പോഴുണ്ട് ഈ ഒരു കാഴ്ച കാണുന്നു. ഇതെന്താ സംഭവം നമുക്ക് ഒരു ഐഡിയ ഇല്ല, ആരാണ് ചെയ്തതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇത് എവിടെയോ ആരോ കൊണ്ട് ഇടിച്ചതോ അല്ലെങ്കിൽ നല്ലോണം ഉരച്ചതോ ആണ്. വൈഷുവിന് ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് വന്ന ഒരു ഇങ്ങനെ ഉരച്ചതായിട്ടോ ഇടിച്ചതായിട്ടോ ഒരു ഓർമ്മയില്ല. ഇത് ഡെഫിനറ്റ്ലി നമ്മൾ വണ്ടി എവിടെയോ നിർത്തിയിട്ടപ്പോഴത്തേക്കും ആരോ വന്ന് ഉരച്ചതോ ഇടിച്ചതോ ആണ്. എന്താ ചെയ്യാ, നീ വന്നപ്പോ നോട്ടീസ് ചെയ്തില്ല? ആരോ നല്ല പണി തന്നിട്ടുണ്ട്. പിന്നെയോ How was planned shopping? How did you enjoy planned shopping? പുള്ളിക്ക് ഇതൊന്നും പറ്റില്ല കേട്ടോ. പക്ഷെ നിറയെ പ്ലാൻസ് വേണം വീട്ടില്, നല്ല പ്ലാൻസ് വേണം, അവിടെ ഇവിടെ ഒക്കെ പ്ലാൻസ് വേണം. പക്ഷെ പണിയെടുക്കാൻ പറ്റില്ല. ഈ പ്ലാൻസ് ഒക്കെ പൊട്ടിമുളച്ചുണ്ടാവുന്നതാണ് പുള്ളിയുടെ, ഇവൻ പൊട്ടിമുളച്ചാണ് ഉണ്ടാവണേ. പക്ഷെ എന്നാലും ഇത് വെറുതെ വളർന്നു വരുന്നതാണ് പുള്ളിയുടെ വിചാരം. അതല്ല ഞാനും ചെയ്യണേ. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഏത് പ്ലാൻസാ വേണ്ടേന്നുള്ള പറയണ്ടേ? അപ്പൊ അതിനുള്ള പേഷ്യൻസ് വേണം, അത്രയും ഞാൻ പറയണല്ലോ. ഒട്ടും പേഷ്യൻസ് ഇല്ല, അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ എന്തായാലും അവരിപ്പോ വരും. അപ്പൊ നമുക്ക് പ്ലാൻസും കൂടി സെറ്റാക്കാം. കുറച്ച് നാളായിട്ടോ ഞാൻ ഈ പ്ലാൻസിന്റെ കാര്യത്തിൽ തീരുമാനം വേണമെന്ന് ഓർത്ത് നടക്കണം. കാരണം എല്ലാ പോട്ടും അങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ്, ഒരു പ്ലാൻസും ഇല്ലാണ്ട്. പിന്നെ നമുക്ക് ആ പച്ചപ്പും ഹരിതാപും ഒക്കെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണം. പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ബ്യൂട്ടിഫുൾ സൺസെറ്റ്. സമയം ഒരു 6-6:30 ആയപ്പോഴത്തേക്കും നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ സ്കൈ കാണാൻ, പ്രോപ്പർ ഒരു സൺസെറ്റ് കാണാം കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഞാൻ യൂഷ്വലി ഓഫീസിൽ നിന്ന് വരുന്ന ഈ ഒരു ടൈം ആവും. അപ്പോൾ എനിക്ക് എപ്പോഴും ഈ ഒരു സൺഡൗൺ കിട്ടാറുണ്ട്. വൈഷു ഓൾറെഡി പറയാനുണ്ടായിരുന്നു നല്ല ടയർഡാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങുകയാണ്, എന്നെ ഒന്നിനും വിളിക്കരുത് എന്നുള്ളത്. എനിക്കാണെങ്കിൽ വീട്ടിലെത്തിയിട്ട് പുള്ളിനെ കൊണ്ട് കുറച്ച് പണി എടുപ്പിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്തായാലും നടക്കില്ല, അതുകൊണ്ട് നമുക്ക് വെറുതെ വിട്ടേക്കാം. ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് മാച്ച് വെച്ചതേ ആൾക്ക് ഓർമ്മയുള്ളൂ. അപ്പത്തേക്കും കിടന്നുറങ്ങി. എന്തോ ഈ സാധനം ഓൺ ആക്കുന്നതന്നെ കിടന്ന് ഉറങ്ങാനുള്ള മട്ടിലാണ് ആശാൻ. ഇതെന്തോ നിർബന്ധമായിട്ടും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്ലേ ചെയ്യണം. ഇടയ്ക്ക് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ പോയി TV ഓഫ് ചെയ്യും കേട്ടോ. അപ്പത്തേക്കും ഞെട്ടിണിച്ച് പറയും എന്തിനാ TV ഓഫ് ചെയ്ത്, ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഞാൻ കാണുകയാണ് ആള് നല്ല കൂർക്കം വലിച്ചിടന്ന് ഉറങ്ങണം, എന്തായാലും സമ്മതിച്ചു തരില്ലേ ഉറക്കമായത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്ലാന്റ് ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മേടിച്ച എല്ലാ പ്ലാന്റ്സുമായിട്ട് അവർ തന്നെ വന്ന് പോട്ട് ചെയ്ത് തരും കേട്ടോ. പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. ബാൽക്കണിയിൽ നിന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കാരണം അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണും പൊടിയൊക്കെ ആവില്ലേ ഉള്ളിൽ. അപ്പോഴത്തേ അവിടെ നിന്ന് ഞാൻ പീസിലല്ലേ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പ്ലാൻസും പോട്ട് ചെയ്ത് നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പ്ലാൻസ് ഒക്കെ റീപോട്ടൊക്കെ ചെയ്തിട്ട് അവർ പോയിട്ടോ. ഞങ്ങളിതേ ഡിന്നർ കഴിക്കുകയാണ്. ഒരു സിമ്പിൾ ചിക്കൻ റോസ്റ്റ് എയർ ഫ്രയറിൽ ഞാൻ ഉണ്ടാക്കിയിരുന്നു. കാരണം വൈകിട്ട് അതൊക്കെ കഴിച്ചോണ്ട് അത്ര വിഷമില്ല. അപ്പോൾ ഇതായിരുന്നു ഗൈസ് ഇന്നത്തെ എൻ്റെ ഒരു വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.